വയനാട് പുനരധിവാസത്തിൽ വീഴ്ചയെന്നാരോപിച്ച് യു.ഡി.എഫ് നടത്തിയ കളക്ടറേറ്റ് ഉപരോധം സംഘർഷത്തിൽ. കളക്ടറേറ്റിന്റെ ഗേറ്റുകൾ വളഞ്ഞുള്ള ഉപരോധമാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. സമരം ചെയ്യുന്ന ദുരന്തബാധിതർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള രാപ്പകൽ സമരത്തിന് ശേഷമായിരുന്നു കളക്ടറേറ്റിന്റെ ഗേറ്റുകൾ വളഞ്ഞ് ജീവനക്കാരെ ഉള്ളിലേക്ക് കടത്തിവിടാതെയുള്ള യു.ഡി.എഫ് ഉപരോധം. സമരത്തിനിടെ ചില ജീവനക്കാർ കളക്ടറേറ്റിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. ജീവനക്കാരൻ കളക്ടറേറ്റിൽ കടന്നുവെന്നാരോപിച്ച് യു.ഡി.എഫ് പ്രവർത്തകർ കളക്ടറേറ്റ് വളപ്പ് ചാടിക്കടന്നു. ഒരു ജീവനക്കാരനെയും കളക്ടറേറ്റിനകത്ത് കയറ്റാൻ സമ്മതിക്കില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. പോലീസ് സമരവേദിയിലെത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന വാഹനത്തിന് മുന്നിൽ കയറിയും പ്രതിഷേധ പ്രകടനം നടന്നു. 10 സെന്റ് ഭൂമിയെങ്കിലും ഓരോ കുടുംബത്തിന് നൽകണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. ദുരന്തം നടന്ന 7 മാസത്തോളം കാലം ആരും പ്രക്ഷോഭത്തിലേക്ക് പോയിട്ടില്ലെന്നും സഹികെട്ടാണ് ദുരിതബാധിതർ സമരത്തിനിറങ്ങിയതെന്നും കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് എം.എൽ.എ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഇവിടെ എത്തിയ മുഖ്യമന്ത്രി പിന്നീട് ഇതുവരെ ആരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദുരിതബാധിതരുടെ സമരത്തെ പൊളിക്കാൻ അനുവദിക്കില്ലെന്നും യു.ഡി.എഫ് ദുരിതബാധിതർക്കൊപ്പമുണ്ടാകുമെന്നും സമരത്തിന് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് എം.എൽ.എ വ്യക്തമാക്കി. ഇവിടെ സത്യത്തിൽ ഒരു വളരെ സമാധാനപരമായി നടന്ന സമരം, ഒരക്രമം ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് ആരംഭിച്ച സമരം ഒരു പ്രശ്നമില്ല, വളരെ സമാധാനപരമായി നടക്കുകയാണ്. 7 മാസക്കാലമായി ജനം അവരുടെ വിഷമം താങ്ങുകയാണ്. 7ാമത്തെ മാസമാണ് ഞങ്ങൾ സമരത്തിനിറങ്ങിയത്. ഈ സമരത്തെ പൊളിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് പൊളിക്കാൻ പോലീസ് കൈപിടിച്ച് ഉള്ളോട്ട് കയറ്റുക. പോലീസിനെ കൈപിടിച്ച് കയറ്റാൻ പോലീസിനെ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏർപ്പാടുണ്ടോ? സമരത്തെ പൊളിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂടം ഗൂഢാലോചന നടത്തുക, അങ്ങനെയൊന്നും നടക്കില്ല. ദുരന്ത ബാധിതർ നേതൃത്വം കൊടുക്കുന്ന സമരമാണിത്. ഈ സമരം പൊളിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കുന്ന പ്രശ്നമില്ല.